സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ സംഭാഷണങ്ങൾ പഠിക്കാം കേട്ടോ. എന്നെങ്ങനെ പറയാ? ഡോണ്ട് ബോദർ മീ, എന്നെ ശല്യപ്പെടുത്താതെ. 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 ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു എന്നെങ്ങനെ പറയാ? സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു. 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 ചിലപ്പം പറയില്ല, വരാൻ മറക്കരുത് കേട്ടോ എന്ന് പറയില്ലേ? ഡോണ്ട് ഫോർഗെറ്റ് ടു കം. വരാൻ മറക്കരുത്. 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 ഞാൻ തീർച്ചയായും വരാം എന്നെങ്ങനെ പറയാം? ഐ വിൽ ഡെഫിനറ്റ്ലി കം. ഞാൻ തീർച്ചയായും വരാം. 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 ജനലൊന്ന് തുറക്കുമോ എന്നെങ്ങനെ പറയാ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ദയവായി ജനലൊന്ന് തുറക്കാമോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ദയവായി ജനലൊന്ന് തുറക്കാമോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ദയവായി ജനലൊന്ന് തുറക്കാമോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ദയവായി ജനലൊന്ന് തുറക്കാമോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ദയവായി ജനലൊന്ന് തുറക്കാമോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ദയവായി ജനലൊന്ന് തുറക്കാമോ? അല്പം നടക്കാൻ പോകാം എങ്ങനെ പറയാം? ലെറ്റ് us go for a walk. അല്പം നടക്കാൻ പോകാം. ലെറ്റ് us go for a walk. അല്പം നടക്കാൻ പോകാം. ലെറ്റ് us go for a walk. അല്പം നടക്കാൻ പോകാം. ലെറ്റ് us go for a walk. അല്പം നടക്കാൻ പോകാം. ലെറ്റ് us go for a walk. അല്പം നടക്കാൻ പോകാം. ചീട്ട് കളിക്കുന്നു എന്നെങ്ങനെ ചോദിക്കില്ലേ? ആർ യു പ്ലേയിങ് കാർഡ്സ്. ചീട്ട് കളിക്കുന്നു. 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 നല്ലൊരു ചീട്ട് കളിക്കാരനല്ല എന്നെങ്ങനെ പറയാം? ഐ ആം നോട്ട് എ ഗുഡ് കാർഡ് പ്ലെയർ. ഞാൻ നല്ലൊരു ചീട്ട് കളിക്കാരനല്ല. ഐ ആം നോട്ട് എ ഗുഡ് കാർഡ് പ്ലെയർ. ഞാൻ നല്ലൊരു ചീട്ട് കളിക്കാരനല്ല. ഐ ആം നോട്ട് എ ഗുഡ് കാർഡ് പ്ലെയർ. ഞാൻ നല്ലൊരു ചീട്ട് കളിക്കാരനല്ല. ഐ ആം നോട്ട് എ ഗുഡ് കാർഡ് പ്ലെയർ. ഞാൻ നല്ലൊരു ചീട്ട് കളിക്കാരനല്ല. ഐ ആം നോട്ട് എ ഗുഡ് കാർഡ് പ്ലെയർ. ഞാൻ നല്ലൊരു ചീട്ട് കളിക്കാരനല്ല. ഈ ഞായറാഴ്ച ഞങ്ങളോടൊപ്പം ചിലവഴിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം? ആർ യു സ്പെൻഡിങ് ദി സൺഡേ വിത്ത് അസ്. ഈ ഞായറാഴ്ച ഞങ്ങളോടൊപ്പം ചിലവഴിക്കുമോ? ആർ യു സ്പെൻഡിങ് ദി സൺഡേ വിത്ത് അസ്. ഞങ്ങളോടൊപ്പം ഈ ഞായറാഴ്ച ചിലവഴിക്കുമോ? ആർ യു സ്പെൻഡിങ് ദി സൺഡേ വിത്ത് അസ്. ഞങ്ങളോടൊപ്പം ഈ ഞായറാഴ്ച ചെലവഴിക്കുന്നു. ആർ യു സ്പെൻഡിങ് ദി സൺഡേ വിത്ത് അസ്. ഞങ്ങളോടൊപ്പം ഈ ഞായറാഴ്ച ചെലവഴിക്കുന്നു. ആർ യു സ്പെൻഡിങ് ദി സൺഡേ വിത്ത് അസ്. ഞങ്ങളോടൊപ്പം ഈ ഞായറാഴ്ച ചെലവഴിക്കുന്നു. നിങ്ങളുടെ ക്ഷണം സസന്തോഷം സ്വീകരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു.
ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഐ ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് പ്ലഷർ. ഞാൻ നിങ്ങളുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ക്ഷണം സ്വീകരിക്കാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ റിഗ്രറ്റ് ദാറ്റ് ഐ കനോട്ട് ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് ദാറ്റ് ഐ കനോട്ട് ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് ദാറ്റ് ഐ കനോട്ട് ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. എനിക്ക് വരാൻ കഴിയുകയില്ല എന്ന് ഇങ്ങനെ പറയാം? ഐ കനോട്ട് കം. എനിക്ക് വരാൻ കഴിയുകയില്ല. 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 നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമുണ്ട്. ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് വിഷമമുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ഫീൽ ബാഡ് അബൌട്ട് ബീയിങ് റിജക്റ്റഡ്. നിരസിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങളോട് യോജിക്കുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡിസഗ്രി വിത്ത് യു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല. 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 അപ്പം ഞാൻ നിങ്ങളോട് യോജിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ എഗ്രി വിത്ത് യു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. ഐ എഗ്രി വിത്ത് യു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. ഐ എഗ്രി വിത്ത് യു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. സവാരിക്ക് പോകാം എന്നെങ്ങനെ പറയാം? ലെറ്റസ് ഗോ ഫോർ എ റൈഡ് ടുമാറോ. നാളെ ഒരു സവാരിക്ക് പോകാം. ലെറ്റസ് ഗോ ഫോർ എ റൈഡ് ടുമാറോ. നാളെ ഒരു സവാരിക്ക് പോവാം. ലെറ്റസ് ഗോ ഫോർ എ റൈഡ് ടുമാറോ. നാളെ ഒരു സവാരിക്ക് പോവാം. ലെറ്റസ് ഗോ ഫോർ എ റൈഡ് ടുമാറോ. നാളെ ഒരു സവാരിക്ക് പോവാം. ലെറ്റസ് ഗോ ഫോർ എ റൈഡ് ടുമാറോ. നാളെ ഒരു സവാരിക്ക് പോകാം. സാധ്യമാവില്ല എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത് സാധ്യമാവില്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത് സാധ്യമാവില്ല. അങ്ങനെ പറയാം? ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത് സാധ്യമാവില്ല. 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 ഈ സൂട്ട് ധരിച്ചു നോക്കുന്നു എന്നെങ്ങനെ പറയാം? ആർ യു ട്രൈയിങ് ഓൺ ദിസ് സൂട്ട്. ഈ സൂട്ട് ധരിച്ചു നോക്കുന്നുവോ? ആർ യു ട്രൈയിങ് ഓൺ ദിസ് സൂട്ട്. ഈ സൂട്ട് ധരിച്ചു നോക്കുന്നുവോ?
ആർ യു ട്രൈയിങ് ഓൺ ദിസ് സൂട്ട്? ഈ സൂട്ട് ധരിച്ചു നോക്കുന്നുവോ? ആർ യു ട്രൈയിങ് ഓൺ ദിസ് സൂട്ട്? ഈ സൂട്ട് ധരിച്ചു നോക്കുന്നുവോ? ആർ യു ട്രൈയിങ് ഓൺ ദിസ് സൂട്ട്? ഈ സൂട്ട് ധരിച്ചു നോക്കുന്നുവോ? ആർ യു ട്രൈയിങ് ഓൺ ദിസ് സൂട്ട്? ഈ സൂട്ട് ധരിച്ചു നോക്കുന്നുവോ? നിങ്ങൾ എനിക്ക് 50 രൂപ തിരിച്ചു തരണം എന്ന് എങ്ങനെ പറയാം? പ്ലീസ് ഗിവ് മീ ബാക്ക് ദ 50 റുപ്പീസ്. നിങ്ങൾ എനിക്ക് 50 രൂപ തിരിച്ചു തരണം. പ്ലീസ് ഗിവ് മീ ബാക്ക് ദ 50 റുപ്പീസ്. നിങ്ങൾ എനിക്ക് 50 രൂപ തിരിച്ചു തരണം. പ്ലീസ് ഗിവ് മീ ബാക്ക് ദ 50 റുപ്പീസ്. നിങ്ങൾ എനിക്ക് 50 രൂപ തിരിച്ചു തരണം. പ്ലീസ് ഗിവ് മീ ബാക്ക് ദ 50 റുപ്പീസ്. നിങ്ങൾ എനിക്ക് 50 രൂപ തിരിച്ചു തരണം. പ്ലീസ് ഗിവ് മീ ബാക്ക് ദ 50 റുപ്പീസ്. നിങ്ങൾ എനിക്ക് 50 രൂപ തിരിച്ചു തരണം. കയ്യിൽ ചില്ലറ ഇല്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ് എനി ചേഞ്ച്. എൻ്റെ കയ്യിൽ ചില്ലറയില്ല. 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 രാവിലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ എന്നെങ്ങനെ ചോദിക്കുക? ലെറ്റ് മീ കം ടു യുവർ ഹൗസ് ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. ലെറ്റ് മീ കം ടു യുവർ ഹൗസ് ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. ലെറ്റ് മീ കം ടു യുവർ ഹൗസ് ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ എന്നെങ്ങനെ പറയാം? ലെറ്റ് മീ കം ടു യുവർ ഹൗസ് ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. ലെറ്റ് മീ കം ടു യുവർ ഹൗസ് ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. ലെറ്റ് മീ കം ടു യുവർ ഹൗസ് ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. ഞങ്ങൾക്ക് വല്ലതും സംഭാവന തരുമോ എന്ന് എങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഡൊണേറ്റ് സംതിങ്? ഞങ്ങൾക്ക് വല്ലതും സംഭാവന തരുമോ? 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 നിങ്ങൾക്ക് പോകാം എന്നെങ്ങനെ പറയാം? നൗ യു ക്യാൻ ഗോ. ഇനി നിങ്ങൾക്ക് പോകാം. 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 നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കട്ടെ എന്നെങ്ങനെ ചോദിക്കുക? മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ കാറിൽ എന്നെ കൊണ്ടുപോകുമോ എന്നെങ്ങനെ ചോദിക്കുക? വിൽ യു ടേക്ക് മീ ഇൻ യുവർ കാർ? നിങ്ങളുടെ കാറിൽ എന്നെ കൊണ്ടുപോകുമോ? വിൽ യു ടേക്ക് മീ ഇൻ യുവർ കാർ? നിങ്ങളുടെ കാറിൽ എന്നെ കൊണ്ടുപോകുമോ? വിൽ യു ടേക്ക് മീ ഇൻ യുവർ കാർ? നിങ്ങളുടെ കാറിൽ എന്നെ കൊണ്ടുപോകുമോ? വിൽ യു ടേക്ക് മീ ഇൻ യുവർ കാർ? നിങ്ങളുടെ കാറിൽ എന്നെ കൊണ്ടുപോകുമോ? വിൽ യു ടേക്ക് മീ ഇൻ യുവർ കാർ? നിങ്ങളുടെ കാറിൽ എന്നെ കൊണ്ടുപോകുമോ? ഇപ്പോൾ സമയത്തേക്ക് നിങ്ങളുടെ സൈക്കിൾ എടുക്കട്ടെ എന്നെങ്ങനെ ചോദിക്കുക? ലെറ്റ് മീ ടേക്ക് യുവർ ബൈസിക്കിൾ ഫോർ എ വൈൽ. ഞാൻ അല്പനേരത്തേക്ക് നിങ്ങളുടെ സൈക്കിൾ ഒന്നെടുത്തോട്ടെ. ലെറ്റ് മീ ടേക്ക് യുവർ ബൈസിക്കിൾ ഫോർ എ വൈൽ. ഞാൻ അല്പനേരത്തേക്ക് നിങ്ങളുടെ സൈക്കിൾ ഒന്നെടുത്തോട്ടെ. ലെറ്റ് മീ ടേക്ക് യുവർ ബൈസിക്കിൾ ഫോർ എ വൈൽ. ഞാൻ അല്പനേരത്തേക്ക് നിങ്ങളുടെ സൈക്കിൾ എടുത്തോട്ടെ. ലെറ്റ് മീ ടേക്ക് യുവർ ബൈസിക്കിൾ ഫോർ എ വൈൽ. ഞാൻ അല്പനേരത്തേക്ക് നിങ്ങളുടെ സൈക്കിൾ എടുത്തോട്ടെ. ലെറ്റ് മീ ടേക്ക് യുവർ ബൈസിക്കിൾ ഫോർ എ വൈൽ. ഞാൻ അല്പനേരത്തേക്ക് നിങ്ങളുടെ സൈക്കിൾ എടുത്തോട്ടെ. എന്നെങ്ങനെ ചോദിക്കുക? ലെറ്റ് മീ ജോയിൻ യു. ഞാൻ നിങ്ങളുടെ കൂടെ ചേരട്ടെ. ലെറ്റ് മീ ജോയിൻ യു. ഞാൻ നിങ്ങളുടെ കൂടെ ചേരട്ടെ. ലെറ്റ് മീ ജോയിൻ യു. ഞാൻ നിങ്ങളുടെ കൂടെ ചേരട്ടെ. ലെറ്റ് മീ ജോയിൻ യു.
ഞാൻ നിങ്ങളുടെ കൂടെ ചേരട്ടെ. ലെറ്റ് മീ ജോയിൻ യു. ഞാൻ നിങ്ങളുടെ കൂടെ ചേരട്ടെ. വല്ലപ്പോഴും എങ്ങനെ പറയാ? നോട്ട് ഓൾവേസ്, സംടൈംസ്. എപ്പോഴുമില്ല, വല്ലപ്പോഴും. നോട്ട് ആൾവേസ്, സംടൈം. എപ്പോഴുമില്ല, വല്ലപ്പോഴും. നോട്ട് ആൾവേസ്, സംടൈംസ്. എപ്പോഴുമില്ല, വല്ലപ്പോഴും. നോട്ട് ഓൾവേസ്, സംടൈം. എപ്പോഴുമില്ല, വല്ലപ്പോഴും. എങ്ങനെ പറയാം? ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് തുടങ്ങാം. 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 അപ്പോൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയായിരുന്നു പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടിരുന്നാൽ മാത്രം മതി. പിന്നെ അത് ഇടയിൽ യൂസ് ചെയ്യും കൂടി വേണം കേട്ടോ. അത് മറ്റുള്ളവരോട് പറഞ്ഞു പഠിക്കുക. അപ്പോഴേ നിങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്റൻസുകൾ നിങ്ങളിങ്ങനെ മറ്റുള്ളവരോട്, ഇപ്പോൾ നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഇംഗ്ലീഷായിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് തെറ്റുമ്പോഴും മനസ്സിലാവും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങളത് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഞാൻ ഇന്ന് വൈകുന്നേരം പട്ടണത്തിന് വെളിയിൽ പോകുന്നു എന്നെങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു ഔട്ട് ഓഫ് ടൗൺ ദിസ് ഈവനിങ്. ഞാൻ ഇന്ന് വൈകുന്നേരം പട്ടണത്തിന് പുറത്തു പോകുന്നു. ഐ ആം ഗോയിങ് ടു ഔട്ട് ഓഫ് ടൗൺ ദിസ് ഈവനിങ്. ഞാൻ ഇന്ന് വൈകുന്നേരം പട്ടണത്തിന് വെളിയിൽ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഔട്ട് ഓഫ് ടൗൺ ദിസ് ഈവനിങ്. ഞാൻ ഇന്ന് വൈകുന്നേരം പട്ടണത്തിന് വെളിയിൽ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഔട്ട് ഓഫ് ടൗൺ ദിസ് ഈവനിങ്. ഞാൻ ഇന്ന് വൈകുന്നേരം പട്ടണത്തിന് വെളിയിൽ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഔട്ട് ഓഫ് ടൗൺ ദിസ് ഈവനിങ്. ഞാൻ ഇന്ന് വൈകുന്നേരം പട്ടണത്തിന് വെളിയിൽ പോകുന്നു. അപ്പോൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയായിരുന്നു പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടിരുന്നാൽ മാത്രം മതി. പിന്നെ അത് ഇടയിൽ യൂസ് ചെയ്യും കൂടി വേണം കേട്ടോ. അത് മറ്റുള്ളവരോട് പറഞ്ഞു പഠിക്കുക. അപ്പോഴേ നിങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്റൻസുകൾ നിങ്ങളിങ്ങനെ മറ്റുള്ളവരോട്, ഇപ്പോൾ നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഇംഗ്ലീഷായിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് തെറ്റുമ്പോഴും മനസ്സിലാവും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങളത് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.